മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷം. ഒപ്പം ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും ഇറാനിലേക്ക് തിരിയുന്നു. കാരണം മിഡിൽ ഈസ്റ്റിലെ ഹൂതികൾ, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സായുധ ഗ്രൂപ്പുകളുടെ മെന്റർ ഇറാനാണ്. ഇടയ്ക്ക് ഇസ്രയേലുമായി ഒന്ന് ഉരസിയെങ്കിലും അത് യുദ്ധത്തിലേക്ക് നീങ്ങിയില്ല. യുഎസിനും ഇസ്രയേലിനുമെതിരെ ആക്രമണ നീക്കവുമായി ഇറാൻ മുന്നോട്ട് പോകുകയാണോ? മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അതാണ്. ഗൾഫ് മേഖലയിലെ തന്ത്രപ്രധാന ദ്വീപുകളിലേക്കും ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നും ഇറാൻ കരുത്തുറ്റ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ പുതിയ ശക്തി പ്രകടനം ഗൾഫ് മേഖലയിൽ അമേരിക്ക അവരുടെ സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണിയാണെന്നാണ് വിലയിരുത്തൽ. ഗൾഫിലെ 3 തന്ത്രപ്രധാന ദ്വീപുകളിലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പുതിയ വ്യോമ തീരദേശ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ നിർണായകമായ കപ്പൽപാതയായ ഹോർമുസ് കടലിടുക്കിനടുത്തുള്ള ഗ്രേറ്റർ തുൻപ്, ലെസർ തുൻപ്, അബുമൂസ എന്നിവിടങ്ങളിലാണ് ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. 600 കിലോമീറ്റർ വരെയുള്ള ശത്രുതാവളങ്ങൾ, കപ്പലുകൾ, ആസ്തികൾ എന്നിവയെ ഇതിലൂടെ ലക്ഷ്യമിടാൻ ഇറാന് കഴിയും. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നേവി കമാൻഡർ അലിറൈസ താങ്സിരി ഇറാനിയനാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ എന്തൊക്കെ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നതെന്ന് തങ്സിരി വ്യക്തമാക്കിയിട്ടില്ല. ഗാർഡുകൾ അടുത്തിടെ ഈ പ്രദേശത്ത് സൈനികാഭ്യാസങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ വടക്കൻ തീരപ്രദേശം മുതൽ തെക്ക് ഗൾഫ് രാജ്യങ്ങൾ വരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ സായുധ വിന്യാസത്തിലായി കഴിഞ്ഞു. ഇതോടെ തങ്ങളുടെ ദ്വീപ് ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് എമിറേറ്റ്സിലെ അമേരിക്കൻ ഗാരിസൺ അൽ ദഫ്ര വ്യോമതാവളത്തെ ലക്ഷ്യമിടാൻ ഇറാന് എളുപ്പത്തിൽ സാധിക്കുന്നു. കൂടാതെ ശത്രുക്കളുടെ ആക്രമണമുണ്ടായാൽ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ താവളങ്ങളിൽ നിന്ന് പറക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഹോർമുസ് കടലിടുക്കിലേക്ക് അടുക്കുന്നത് തടയാനും ഇറാന് കഴിയും. മേഖലയിൽ റഷ്യൻ നിർമ്മിതമായ S-300 PMU-2 എന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈലുകൾ ഉൾപ്പെടെ ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്. ഈ മിസൈൽ 200 കിലോമീറ്റർ ദൂരം വരെ ലക്ഷ്യത്തിൽ ശത്രുവിനെ തകർക്കാൻ കഴിയും. ഇതിനു പുറമെ ഇറാൻ സ്വന്തമായി നിർമ്മിച്ച ബാവർ 3732 എന്ന വ്യോമ പ്രതിരോധ സംവിധാനവും വിന്യസിച്ചിരിക്കുന്നു. ഇത് 300 കിലോമീറ്റർ ദൂരപരിധിയുള്ളതും ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ശേഷിയുള്ളതാണ്. ഇറാന്റെ പ്രതിരോധ ശക്തി ഇതിലൊതുങ്ങുന്നില്ല. SA-5 ഗാമൺ എന്ന ലെഗസി S-200VE, ഖോർദാദ് 15, ഖോർദാദ് 3 എന്നീ ഉപരിതല വായു മിസൈലുകളും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ബാവർ 3732 ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും അവയെ ആക്രമിക്കാനും കഴിയും. യുദ്ധവിമാനങ്ങൾ, ബോംബറുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇറാൻ വ്യോമ പ്രതിരോധത്തിനൊപ്പം സമുദ്ര പ്രതിരോധവും ശക്തിപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായി അബു മഹ്ദി ക്രൂയിസ് മിസൈൽ, ഖലീജ് ഫാർസ് കപ്പൽവേധ മിസൈൽ, ഖാദർ ക്രൂയിസ് മിസൈൽ തുടങ്ങിയവ വിന്യസിച്ചിരിക്കുന്നു. അബു മഹ്ദി മിസൈലിന് 1000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അതിനാൽ ഇറാൻ തന്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് തന്നെ ശത്രുക്കളുടെ കപ്പലുകൾ തകർക്കാൻ കഴിയും. ഖലീജ് ഫാർസ് മിസൈൽ സൂപ്പർസോണിക് വേഗതയിൽ ലക്ഷ്യത്തെ തകർക്കാൻ കഴിവുള്ളതാണ്. ഇതൊക്കെ ഹോർമുസ് കടലിടുക്കിലെ നാവിക നിയന്ത്രണം ഇറാന്റെ കയ്യിലെത്തിച്ചേക്കാമെന്ന ആശങ്കയുണർത്തുന്നതാണ്. ഇറാന്റെ ഈ സൈനിക നീക്കങ്ങൾ അമേരിക്കയ്ക്കും അതിന്റെ സഖ്യകക്ഷികൾക്കും ഒരു വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ഗൾഫിലെ പ്രധാന അമേരിക്കൻ വ്യോമതാവളങ്ങളായ UAE-യിലെ ദഫ്ര, ഖത്തറിലെ അൽ ഉദൈദ്, ബഹ്റൈൻ നാവികതാവളം എന്നിവയെ ഇപ്പോൾ ഇറാൻ നേരിട്ട് നിരീക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴി അമേരിക്കൻ കപ്പലുകൾ കടന്നുപോകുന്നത് ഇനി അത്ര എളുപ്പമാകില്ല. അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ഇപ്പോൾ വലിയ ചോദ്യമാണ്. ഇറാൻ സജീവമായി ഗൾഫ് മേഖലയിലെ അവരുടെ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതോടെ മേഖലയിൽ സൈനിക സംഘർഷ സാധ്യത വർദ്ധിക്കാൻ ഇടയുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്കയുടെ ഭീഷണികൾ വെറുതെയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ സൈനിക നീക്കങ്ങൾ.